ബാബുരാജ് എന്നത് കൊടുംചതിയൻ. താല്പര്യം സ്ത്രീകളോട്. മോഹൻലാൽ അന്ന് കൊടുത്ത പണം അടിച്ചു മാറ്റി. 40 ലക്ഷം രൂപയാണ് കടമായിട്ടുണ്ടായിരുന്നത്. അത് തീർക്കാൻ വേണ്ടി ബാബുരാജ് ചെയ്ത ഒരു വിഷയം. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ സരിത എസ് നായർ ഉയർത്തിയിരിക്കുന്നത്. താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന നടൻ ബാബുരാജിനെതിരെയാണ് സരിത ഇങ്ങനെയുള്ള ഒളിയമ്പ് എഴുതിയിരിക്കുന്നത്. തൻ്റെ ഫേസ്ബുക്കിലൂടെ 2 ചിത്രങ്ങൾക്കൊപ്പം പങ്കുവച്ച കുറിപ്പിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നിൽ ഒരു കത്തും രണ്ടാമതായി ബാബുരാജിന്റെ പാസ്പോർട്ട് വിവരങ്ങളടങ്ങുന്ന രേഖകളുമാണ് പങ്കുവച്ചിരിക്കുന്നത്. ബാബുരാജ് ചതിയനാണെന്നും അമ്മയുടെ ജനറൽ സെക്രട്ടറി ആകാൻ പറ്റിയ ആളെയല്ല എന്നുമാണ് സരിത പറയുന്നത്. തന്റെ ചികിത്സാ സഹായത്തിന് മോഹൻലാൽ കൊടുത്ത തുക ബാബുരാജ് വകമാറ്റി ചിലവഴിച്ചു. സ്വന്തം ലോണിന്റെ കുടിശ്ശിക അടച്ചു തീർത്തു. ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണമാണ് സരിത മുന്നോട്ട് വയ്ക്കുന്നത്. ദുബായിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത് കാരണം ബാബുരാജിന് അവിടേക്ക് പോകാൻ പോലും സാധിക്കുന്നില്ല എന്നും സരിത പറഞ്ഞിരിക്കുകയാണ്. സരിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അമ്മ എന്ന സിനിമാ താരങ്ങളുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ. അതിൽ എനിക്കെന്താ റോളെന്നായിരിക്കും ഇപ്പോൾ ചോദ്യം വരുന്നതെന്നറിയാം. ആ സംഘടനയിൽ എനിക്ക് യാതൊരു റോളുമില്ല. ഞാനൊരു സിനിമാ പ്രേക്ഷക മാത്രമാണ്. പക്ഷേ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ ഒരാൾ ബാബുരാജ് ജേക്കബ് ആണെന്ന് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് അതിശയവും ഞെട്ടലുമാണ് ഉണ്ടായത്. ഒരു സാധാരണക്കാരിയായ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ചികിത്സയ്ക്ക് പോലും ശരിക്കും കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിന്നുള്ളത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരാൾ ചതിയൻ ബാബുരാജ് ആണല്ലോ എന്നതുകൊണ്ട് മാത്രമാണ് ഇനി അതേപ്പറ്റി പറയാതിരിക്കാനാകില്ല എന്ന് തോന്നിപ്പോയത്. 2018 അതായത് എനിക്ക് അസുഖങ്ങളുടെ പ്രാരംഭഘട്ടത്തിൽ നല്ലൊരു ചികിത്സ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം ബുദ്ധിമുട്ടായി പോകില്ലായിരുന്നു. 2018 എൻ്റെ ചികിത്സയ്ക്കായി ശ്രീ മോഹൻലാൽ ബാബുരാജിനെ പണം ഏൽപ്പിച്ചു. ആ പണം എനിക്ക് എത്തിച്ചു തരാതെ വകമാറ്റി സ്വന്തം പേരിലുണ്ടായിരുന്ന കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ KFCയിലെ ലോൺ കുടിശ്ശിക തുക പൂർണ്ണമായും ബാബുരാജ് അടച്ചു തീർത്ത് ജപ്തി ഒഴിവാക്കി. എന്നോട് മാത്രമാണോ എന്ന് ഞാൻ അന്വേഷിച്ചു. അല്ല, ബാബുരാജ് സമാനമായി നിരവധി തട്ടിപ്പുകൾ കേരളത്തിലും ദുബായിലുമൊക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ദുബായിലെ ഒരു വൻ തട്ടിപ്പ് നടത്തിയത് കാരണം പുള്ളി അവിടേക്ക് തിരിച്ചു പോകാതിരിക്കുകയാണ്. പാസ്പോർട്ട്, റെസിഡന്റ് കാർഡ് കോപ്പി എന്നിവ ഞാനിവിടെ നൽകുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാമെന്നും സരിത പറയുന്നു. ഒപ്പം തന്നെ ഇത് പങ്കുവെച്ചിട്ടുമുണ്ട്. ഇദ്ദേഹം നമ്മുടെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് എനിക്ക് പറയാനറിയില്ല. സ്ത്രീ അഭിനേതാക്കൾ കൂടെ ഉൾപ്പെടുന്ന ഒരു സംഘടനയാണ്. പ്രായഭേദമില്ലാതെ ആർക്കും ഒരു ബുദ്ധിമുട്ട് ബാബുരാജ് കാരണം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. സ്ത്രീകളുടെ പ്രായം പുള്ളിക്ക് പ്രശ്നമല്ല. ഒരു സാധാരണക്കാരിയായ സ്ത്രീക്ക് ലഭിക്കുന്ന ചികിത്സാ സഹായം പോലും ചതിയിലൂടെ സ്വന്തമാക്കിയെടുത്ത് സ്വന്തം കാര്യം മാത്രം ക്ലിയർ ആക്കുന്ന ഒരാളാണോ അമ്മ പോലെയുള്ള ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് വരേണ്ടത്? ഞാൻ ബാബുരാജിനെതിരെ നിയമപരമായ വഴികളിലൂടെ നീങ്ങിയിരുന്നു. പിന്നീട് പലർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ചിന്തിച്ചു. ആ പരാതി അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അമ്മയുടെ ജനറൽ സെക്രട്ടറി ആകാൻ പറ്റിയ ഒരാളല്ല ഈ ബാബുരാജ്. അക്കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നുവെന്നാണ് സരിത ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. സംഗതി ശരിയാണോ അല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. ബാബുരാജിൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഈ അവസരത്തിൽ കിട്ടിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.